ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിന് ശേഷം ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ വർഷം ഒരു മെയ് 1 ഒക്കെ ആയിരുന്നു ഹെയർ കട്ട് ചെയ്തിരുന്നത്. വടകരയിലുള്ള ആകൃതിയിലേക്കാണ് ഹെയർ കട്ട് ചെയ്യാൻ പോയത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഹെയർ ഇരിക്കുന്നത്. അപ്പോൾ ഹെയറിൻ്റെ ലെങ്ത് അത്ര കുറയ്ക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഇതേ ലെങ്ത്ത് തന്നെ കുറച്ചൊന്ന് ലെയറായിട്ട് ഫേസ് ഫ്രെയിമിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാഷൊക്കെ ചെയ്ത് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെട്ടുന്ന ചേച്ചീൻ്റെ കൂടി ലെങ്ത്ത് കുറക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് സർവീസിന് വേണ്ടി വരുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ട് എങ്ങനെയായിരിക്കും എന്നല്ലോ. അമ്മ ലെങ്ത്ത് കുറക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അഥവാ ലെങ്ത്ത് കുറഞ്ഞാൽ സീനാവും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറച്ച് പേടിച്ചാണ് ഇരിക്കുന്നത്, ലെങ്ത്ത് കുറയോ എന്ന്. പക്ഷേ ഓരോരോ ഹെയർ വെട്ടുമ്പോൾ നമ്മളോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ എന്ന്. അപ്പോൾ വെട്ടി വരുമ്പോഴേക്കും സെറ്റാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നു വന്നത്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ നമ്മുടെ ഹെയറൊക്കെ ഓൾമോസ്റ്റ് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രൈ ചെയ്യുകയാണ്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെങ്ത്ത് ഒന്നും കുറച്ചിട്ടില്ല. ഫ്രണ്ടിൽ മാത്രം ജസ്റ്റ് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്ക് ലോങ് ആയിട്ടാണ് ലെയർ കൊടുത്തത്. അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും നേപ്പാളിൽ നിന്നുള്ളതാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടാവുമെന്ന്. പക്ഷേ ഇവർ നമ്മളെക്കാളും നല്ലോണം മലയാളം പറയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഹെയർ കട്ട് ഫുള്ളായി കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായത്. അപ്പോൾ നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞേരെ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും 2-3 പേരുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ല മഴയും പിന്നെ വടകര ബ്ലോക്കാണ്, റോഡൊക്കെ നാശമായിട്ട് കിടക്കുകയാണ്. രാവിലെ വരുമ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈവേൻ്റെ അപ്പുറം ഇറങ്ങിയിട്ട് മുറിച്ച് കിടന്നതാണ്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ബ്ലോക്കിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ചേച്ചി നമ്മളെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഹെയർ കട്ടിൻ്റെ ഏറ്റവും രസമുള്ള പാർട്ട് ഇതിൻ്റെ സെറ്റ് ചെയ്യലാണ്. ഹെയറെല്ലാം ഒന്ന് സെറ്റാക്കി തരുമ്പോൾ നമുക്ക് ഇമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ ഇനി പിറ്റേ ദിവസം തലനനക്കുമ്പോഴാണ് നമ്മുടെ ഒറിജിനൽ ഹെയർ കട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് മനസ്സിലാവുള്ളൂ. എന്നാലും എൻ്റെ കേളി വേവി ഹെയർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം വെട്ടി തന്നിട്ടുണ്ട്. ത്രെഡും കൂടി ചെയ്യണമായിരുന്നു, അങ്ങനെ ത്രെഡും ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ചേച്ചീൻ്റെ കൂടി നല്ലോണം ചെയ്ത് തന്നിട്ടുണ്ട്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഹെയർ കട്ടിന് മുന്നേ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു മസാജൊക്കെ തരും. അപ്പോൾ നമ്മളങ്ങ് ഉറങ്ങി വീണ് പോകും, അങ്ങനെയുള്ളൊരു മസാജാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ആ ചേച്ചി എൻ്റെ കൂടി ഈ ഹെയർ നല്ല ഡ്രൈ ആണ്, അതുകൊണ്ട് ഹെയർ സിറം അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഇന്നെന്തോ കുറച്ച് ദിവസത്തിനിടയ്ക്ക് മഴ ഒന്ന് നിന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ പുറപ്പെട്ടത്. ഇനി കോളേജൊക്കെ തുറക്കുകയാണ്, അപ്പോൾ ഇനി ഒന്നിനും സമയം ഉണ്ടാവില്ല. ഇനി നാളെ കൂടിയേ സമയമുള്ളൂ, മറ്റന്നാൾ കോളേജ് ഓപ്പൺ ആവും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ബിഫോർ ആഫ്റ്റർ പിക്ക് കൊടുക്കുക. പക്ഷേങ്കിൽ വലിയ മാറ്റമൊന്നും കാണാൻ പറ്റില്ല, അതേ ലെങ്ത്ത് തന്നെയാണ്. പിന്നെ ജസ്റ്റ് ഫേസ് ഫ്രെയിമിങ് ചെയ്തെന്നേ ഉള്ളൂ. താഴെ ലോങ് ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ തന്നെ കുറേ കണ്ണാടിയെല്ലാം വെച്ചിട്ടുണ്ട്. എൻ്റെ ഹെയർ വെട്ടിക്കഴിയുമ്പോഴേക്ക് കുറേ കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആയിരുന്നു. ആകൃതിയിൽ കയറുമ്പോഴുള്ള കോണിമേൽ കുറേ മിററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇനി വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് ഇഷ്ടമായോ എന്നൊക്കെ നോക്കണം. ഹെയർ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്, അത് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങ് മാറും. അപ്പോൾ വീട്ടിലെത്തി അമ്മയ്ക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്, ലെങ്ത് കുറക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ നോർമൽ ഹെയറിലായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നന്നായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹെയർ വെട്ടിയോണ്ട് ക്യാമറയിൽ നോക്കി കുറച്ച് ഷോ എല്ലാം ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.